ഹല്ലേലൂയ. Hallelujah. കർത്താവിൻ്റെ നാമത്തിന് നന്ദിയോടെ വീണ്ടും സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. I give thanks to the name of God. എല്ലാവരും ഈ കൂട്ടായ്മയിലേക്ക് വളരെ സ്നേഹത്തോടെ യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. And I welcome everyone to this fellowship in the name of Jesus. ഞാൻ കർത്തൃമേശയ്ക്ക് മുമ്പായി തന്നെ ചില ദൈവം ഇടപെട്ട ചില വചനങ്ങൾ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് കരുതുകയാണ്. Before the Lord's table, I want to share with you some scriptures from the Bible, and then we'll pray together. ഒരു ദൈവപ്രവൃത്തിയുടെ സമയമായെന്ന് നിങ്ങൾ അറിയണം. You need to know that it is a time. The time is very near for a great work of God. ഹല്ലേലൂയ. Hallelujah. ദൈവം തൻ്റെ പ്രവൃത്തി നടത്തുവാൻ താമസിക്കുന്നില്ല. God is not delaying to do His work in our midst. ആമേൻ. Amen. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാൻ ഒരിക്കലും അവൻ വൈകുന്നില്ല. He's not delaying to fulfill His promises. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ ദൈവം ഒരിക്കലും വൈകുന്നില്ല. He's not delaying to reply or give answers to our prayers. എന്നാൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അത് പ്രാപിക്കുന്ന അളവിൽ മിക്കപ്പോഴും നാം ഒരുങ്ങപ്പെടാത്തതാണ് ദൈവപ്രവൃത്തിക്ക് താമസം വരുന്നത്. But what delays the work of God is that what we pray for, we are not preparing ourselves according to what we pray for. Amen. Amen. Hallelujah. Hallelujah. നമ്മൾ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്. We are not praying for anything of this world. നമ്മൾ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് എതിരുമല്ല. And we are not against anything of this world. നമ്മൾ ഭൗതിക നന്മകൾക്കോ സമൃദ്ധിക്കോ ഒന്നും നമ്മൾ എതിരല്ല. We are not against earthly blessings or finances. അതെല്ലാം നമുക്ക് ആവശ്യമാണ്. We need all of them. പക്ഷേ നമ്മൾ കഴിഞ്ഞ ചില വർഷങ്ങളായി തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ തേജസ്സിനു വേണ്ടിയാണ്. But from past few years, what we have been continuously praying for is for the glory of God. അനേക വർഷങ്ങളായി നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവ തേജസ്സിനെക്കുറിച്ചുമാണ്. For many years we have been preaching about the kingdom of God and the glory of God. കർത്താവിന്റെ വലിയ കരുണയാലും കൃപയാലും ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും മിസ്റ്ററീസ് ആൻഡ് രഹസ്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. By the grace of God, God has given us this revelation of this mystery of the kingdom and the glory of God. Hallelujah. Hallelujah. എന്നാൽ ഈ ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാപിച്ച വചന വെളിപ്പാടുകൾ അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ദൈവസഭയിൽ വെളിപ്പെടാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. But these days we are praying that all these revelations that we have received in our lives will manifest in our practical life. Amen. Amen. നമുക്കൊരു വചനമുണ്ട്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ ലഭ്യമാകും. We have the scripture that seek first the kingdom of God and His righteousness first, and all these things will be added to you. Amen. ആ വചനം നമ്മിൽ ഒന്ന് പൂർണ്ണമായി വെളിപ്പെടുവാൻ നമ്മൾ And കാത്തിരിക്കുകയാണ്. we are waiting for this scripture to completely fulfill in us. നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് അറിയാം. We know about the kingdom of God. ദൈവരാജ്യം, ദൈവത്തിൻ്റെ ഗവൺമെന്റ്, ദൈവത്തിൻ്റെ ഭരണം നമ്മിൽ പൂർണ്ണമായി വെളിപ്പെടുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. And we are giving ourselves for the kingdom of God, the government of God to come in our lives. ദൈവനീതി നമുക്കറിയാം. We know the righteousness of God. ദൈവത്തിന്റെ നീതിയാൽ നാം നീതീകരിക്കപ്പെട്ടവരാണ്. By God's righteousness we have been made righteous. ദൈവത്തിന്റെ നീതിയാൽ നാം നീതിമാന്മാരാക്കപ്പെട്ടവരാണ്. By God's righteousness we have become righteous. ദൈവത്തിന്റെ നീതിയാൽ ഈ ഭൂമിയിൽ നാം വാഴുന്നവരാണ്. And by God's righteousness we are reigning in this life. ദൈവത്തിന്റെ നീതിയാൽ പിശാചിന്റെ തന്ത്രങ്ങളെ എതിർപ്പാനുള്ള ബലം ലഭിച്ചവരാണ്. We have received the strength to resist the wiles of the devil because of the glory, the righteousness of God. നമ്മൾ ആത്മാവിൽ പരിചയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. And all these things we are experiencing in our spirit. എന്നാൽ അതിന്റെ കൂടെ വരേണ്ട അനേകമായ നന്മകൾക്ക് വേണ്ടി, ദൈവിക നന്മകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ് ദിവസങ്ങളിൽ. But we are praying that with these things there are many other blessings of God that should come in our life. Hallelujah. Hallelujah. പിതാവും പുത്രനും നമ്മുടെ മധ്യത്തിൽ വന്ന് നമ്മുടെ കൂടെ താമസിക്കുമെന്നുള്ളത്
ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. It's the promise of God, the Father and the Son will come and make their home with us. പരിശുദ്ധാത്മാവിനെ നമ്മളിൽ പകർന്നിട്ടുണ്ട്. He has already given us the Holy Spirit. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് നമ്മുടെ ആത്മാവിൽ വസിക്കുന്നുണ്ട്. Holy Spirit is already dwelling, abiding within our spirit. അവന്റെ അഭിഷേകം നമ്മുടെ മേലുണ്ട്. His anointing is upon us. അവന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. And His presence is with us. അത് ദൈവം സഭയ്ക്ക് ഓൾറെഡി കൊടുത്തിരിക്കുന്ന And അനുഗ്രഹമാണ്. this is a blessing that God has already given to the എന്നാൽ church. നമ്മൾ യേശുവിനെ പൂർണ്ണമായി സ്നേഹിച്ച് But when we love Jesus with the whole of our അതിന്റെ heart, അർത്ഥം മറ്റൊന്നിനെയും സ്നേഹിക്കാതെ യേശുവിനെ പൂർണ്ണമായി സ്നേഹിക്കുമ്പോൾ it means that we don't love anything else, but we love only Jesus. നാം അവന്റെ സകല കൽപ്പനകളും അനുസരിക്കുമ്പോൾ And when we obey all His commandments, പിതാവ് ആ ഒരു വ്യക്തിയെ വിശേഷാൽ the സ്നേഹിക്കുകയും Father will love that person in a special way. പിതാവും പുത്രനും വന്ന് അവന്റെ കൂടെ വാസം ആരംഭിക്കുകയും ചെയ്യും. The Father and Son will come and make their home with that person. ഇതെല്ലാം ദൈവിക It's വാഗ്ദത്തങ്ങളാണ്. all the promises of God. ഇതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. It's all God given to us. ബുദ്ധിയിലുള്ള അറിവുകളല്ല, അത് നമ്മുടെ ആത്മാവിൽ നാം പരിചയിച്ച It's വചനങ്ങളാണ്. not the just the knowledge in our understanding, but we have experienced these scriptures. അതിൻ്റെ വെളിപ്പാടുകൾ, അത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മിൽ വ്യക്തിപരമായി നമ്മുടെ സഭയിൽ വെളിപ്പെടാൻ വേണ്ടിയാണ് നാം തുടർമാനമായി പ്രാർത്ഥനയിലായിരിക്കുന്നത്. And we are in continuous prayer that this will happen in our practical life, in our personal life. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അതിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി വളരെ വേഗത്തിൽ നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. And we should know that God's work regarding this matter is going to happen soon. ദൈവത്തിന്റെ തേജസ് നമ്മുടെ നടുവിൽ നിറയുമെന്ന് നമ്മൾ We വിശ്വസിക്കണം. need to believe that God's glory will fill in our midst. ഹല്ലേലൂയ. Hallelujah. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മിൽ പ്രവർത്തിക്കത്തുള്ളൂ. And only if we have faith, then only God can work in us. ഇന്ന് ദൈവം ഇടപെട്ട ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് വായിക്കുകയാണ്. I'm going to read for you one scripture which God has talked with me. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യമാണ്. Matthew chapter 5 verse 8. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യമാണ്. Matthew chapter 5 verse 8. ഞാൻ ഒത്തിരി ദീർഘമായി ഇത് പ്രസംഗിക്കാനല്ല ഇന്ന് ആഗ്രഹിക്കുന്നത്. I don't desire to give a long message on this, പക്ഷെ ഇതൊന്ന് നമ്മിലൊന്ന് ജീവനാകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. but I desire that this will become life in us. മത്തായി 5:8 ഇങ്ങനെ വായിക്കുന്നു, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അനുഗ്രഹിക്കപ്പെട്ടവർ, അവർ ദൈവത്തെ കാണും. Chapter 5 verse 8 says like this: Blessed are the pure in heart, for they shall see God. Amen. Amen. ദൈവത്തെ കാണുന്ന ഒരു കൂട്ടരെ കുറിച്ച് പറയുകയാണ്. It's talking about a group of people who will see God. അല്ലെ ദൈവത്തെ അഭിമുഖമായി അറിയുന്ന ഒരു കൂട്ടത്തെ കുറിച്ച് Or it's പറയുകയാണ്. talking about a group of people who will know God face to face. അവരുടെ അടിസ്ഥാന യോഗ്യത പറയുകയാണ്. And it's talking about their foundational qualification. അടിസ്ഥാന യോഗ്യത, The foundational qualification. അത് ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്. That is the heart which is pure. Amen. ഹൃദയശുദ്ധി ഉള്ളവർ ദൈവത്തെ കാണുമെന്നാണ്. It says, Blessed are the pure in heart, for they shall see God. Amen. Amen. ഹൃദയശുദ്ധിയുള്ളവർ. A heart which is pure. ഇപ്പം ഞാൻ ഹാനോക്കിനെ കണ്ടപ്പോൾ ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ ഒരു സുദീർഘമായ കാലഘട്ടം നടന്ന വ്യക്തിയാണ്. When I look into Enoch, Enoch walked with God for a long period of time. Amen. Amen. എന്തുകൊണ്ടാ ഹാനോക്കിന് അങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ പറ്റിയത്? How was Enoch able to walk with God like that? അവസാനം ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടുപോയി. അത് ഇന്നും മരിക്കാത്തവനായി സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. And at the end, God took Enoch, and even now he is there he is there in heaven with a body which is not dead. Amen. Amen. എന്തുകൊണ്ടാ അങ്ങനെ ദീർഘവർഷങ്ങൾ
ഹാനോക്കിന് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ പറ്റിയത്? How was it possible for Enoch to walk with God for long years? അത് അവൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. That is because his heart was pure. ആമേൻ. Amen. അത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. It's because his heart was pure. ഇനി നോഹയെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. Now there is also a scripture that talks about Noah. പല പ്രാവശ്യം ഞാൻ വാക്യം ഇവിടെ വായിച്ചിട്ടുണ്ട്. I've read this scripture here many times. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം. Genesis chapter 6 verse 9. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. This is the genealogy of Noah. Noah was a just man, perfect in his generations. Noah walked with God. Amen. Amen. നോഹ ദൈവത്തിൻ്റെ കൂടെ നടന്നു എന്ന് പറഞ്ഞിരിക്കുക. It says Noah walked with God. Amen. Amen. ഈനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു എന്ന് It പറഞ്ഞിരിക്കുക. says Enoch walked with God. ഇനി മുന്നോട്ട് വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ കൂടെ നടന്നു എന്ന് If you പറഞ്ഞിരിക്കുക. read further, we read Abraham walked with God. നമ്മൾ പിന്നെ കാണുന്നത് ഇസ്ഹാക്കും യാക്കോബും ദൈവത്തിൻ്റെ കൂടെ നടന്ന കാര്യം We പറയുകയാണ്. see later Isaac and Jacob walked with God. ജോസഫ് ദൈവത്തിൻ്റെ കൂടെ നടന്ന കാര്യം വായിക്കുകയാണ്. We read Joseph walked with God. ജോസഫിൻ്റെ കാര്യം പറയുമ്പോൾ ജോസഫ് ആയിരുന്ന സ്ഥലത്തെ ആ ആൾക്കാരൊക്കെ മനസ്സിലായി യഹോവ ജോസഫിൻ്റെ കൂടെ ഉണ്ടെന്ന്. When we talk about Joseph, we see that wherever Joseph was, the people around him recognize that God is with Joseph. പോത്തിഫറിന് മനസ്സിലായി ഈ ചെറുപ്പക്കാരൻ്റെ കൂടെ യഹോവയുണ്ടെന്ന്. Potiphar recognized and understood that with this man, God is with this man. കാരാഗൃഹ പ്രമാണിയ ജയിലർ മനസ്സിലാക്കി യഹോവ ജോസഫിന്റെ കൂടെ ഉണ്ടെന്ന്. The jailer understood that God is with Joseph. Amen. Amen. ഇവരുടെ ഒക്കെ കൂടെ ദൈവം നടന്നു, അല്ലെങ്കിൽ ഇവർ ദൈവത്തിന്റെ കൂടെ നടന്നു. All these people walked with God or God walked with them. അതിനൊക്കെ ഒരു കാരണം പറയുന്നുണ്ട്. And there is a reason for that. അവർ നിഷ്കളങ്കന്മാരായിരുന്നു. They were blameless. അവർ നീതിമാന്മാരായിരുന്നു. They were righteous. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണെന്ന് എനിക്ക് പറയാൻ നിങ്ങൾക്കും അറിയാം. These are all the matters that we know, and I know that you know all these. ഞാൻ പുതുതായി ഒരു കാര്യം പ്രസംഗിക്കാൻ വേണ്ടിയല്ല ഇപ്പോൾ നിൽക്കുന്നത്. I'm not going to preach something new. പക്ഷേ ഇതൊന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടാൻ കർത്താവ് വലുതായിട്ട് ആഗ്രഹിക്കുകയാണ്. But God greatly desires that all these things will manifest in our practical life. നമ്മൾ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നു എന്നല്ല വിഷയം. It's not a matter of how many hours we pray. നമ്മൾ എത്ര മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എന്നതും വിഷയമല്ല. It's not a matter how many hours we pray in the tongues. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ ഹൃദയം എങ്ങനെയാണ്? But after prayer, how is our heart? ദൈവത്തിന് കൂടെ നടക്കാൻ പറ്റിയ ഹൃദയമാണോ? Is it a heart that can walk with God? ദൈവം നമ്മുടെ കൂടെ നടക്കുമോ അതിനുശേഷം? Can God walk with us after our prayers? ഇപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മിക്ക കുഞ്ഞുങ്ങളും 4 മണിക്കൂറെങ്കിലും ഇവിടെ ഇരുന്ന് അന്യഭാഷ പ്രാർത്ഥിക്കുന്നവരാ. Here we have people who pray for minimum 4 hours. ചില രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുന്നവരാ. Some people pray from morning till evening. രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവരാ. Some pray in the night. ഇപ്പോൾ 24 മണിക്കൂറും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. So we have prayer here going on 24 hours. നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള നമ്മുടെ നടപ്പിൽ ദൈവത്തിന് കൂടെ നടക്കാൻ പറ്റുമോ? അതോ നാം ദൈവത്തിൻ്റെ കൂടെയാണോ? So my question is, after this time that we pray, after that time, can God walk with us? Is our heart okay for God to walk with us? നമ്മൾ ആത്മാവിൽ നടക്കുന്ന സമയം, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന എത്ര സമയമുണ്ടെന്ന് നാം നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ആഴത്തിൽ പരിശോധിക്കണം. We need to deeply check our hearts, how much time we walk with God when we are in the Spirit. Hallelujah. Hallelujah. അപ്പം നോഹയുടെ പ്രത്യേകത പറയുന്നത് അവൻ നീതിമാനാണ്. Here a speciality of Noah is said that he is a just
man. തൻ്റെ തലമുറയിൽ അവൻ He's a നിഷ്കളങ്കനായിരുന്നു. perfect man in his generation. നിങ്ങൾ അതിന് തൊട്ടു മുകളിൽ ഒരു ഒന്നുണ്ട് വാക്യം പറയുന്നുണ്ട്. Just few. ഉൽപ്പത്തി 5-ാം അധ്യായം നമ്മൾ 9-ാം വാക്യമാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. We are reading Genesis chapter 6 verse 9. എന്നാൽ അതിൻ്റെ 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ നിന്ന് വായിക്കണം. But when you read chapter 6 verse 5, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. then the Lord saw that the wickedness of man was great in the earth, and that every intent of the thoughts of his heart was only evil continually. അതായത് നോഹയുടെ കാലത്ത് അന്ന് ഭൂമിയിലുണ്ടായിരുന്ന സകല ജഡവും സകല മനുഷ്യരും തങ്ങളുടെ വഴി വഷളാക്കി എന്ന് അതിൻ്റെ 11-ാമത്തെ വാക്യം പറയുകയാണ്. Verse 11 says, during the time, in the age where Noah was living, the whole earth, the whole people in this world has become corrupt before God, and they were filled with violence. ഞാൻ 11-ഉം 12-ഉം വായിക്കാം. എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായെന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു. I'll read verse 11 and 12. The earth also was corrupt before God, and the earth was filled with violence. So God looked upon the earth, and indeed it was corrupt, for all flesh had corrupted their ways on the earth. നിങ്ങൾ 5-ാം വാക്യം തുടങ്ങി 12-ാം വാക്യം വരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ If you read from verse 5 to 12, സകല മനുഷ്യരും every person, every human being അവർ വഷളന്മാരായി തീർന്നു. has corrupted their ways, അവരുടെ ഹൃദയ വിചാരമൊക്കെ ഏറ്റവും ദുഷ്ടതയായി and തീർന്നു. every intents of their hearts and thoughts became evil. മനുഷ്യൻ മാത്രമല്ല, സകല ജഡവും സകല പക്ഷിമൃഗാദികളും ഭൂമി മുഴുവനും വയലൻസ് കൊണ്ട് നിറഞ്ഞു. Not only humans, but every flesh, every living thing was corrupted. ആമേൻ. Amen. പക്ഷെ അതിൻ്റെ നടുവിൽ ഒരു മനുഷ്യൻ കുടുംബമായി നിഷ്കളങ്കനായി ജീവിക്കുന്നുണ്ട്. But in the midst of this, there is one man with his family. He's living a just life. എനിക്കത് അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ. ഇന്ന് This is what I want to speak with you today. ഇന്ന് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പരാതി നിങ്ങൾക്ക് അറിയാമോ? Do you know what are the complaints of our children these days? ദൈവമക്കളുടെ പരാതി, The children of God, ഞങ്ങളുടെ കൂടെ പഠിക്കുന്നവരെല്ലാവരും മോശക്കാരാണ്. who every students, those who are studying with us, they are all bad. ഞങ്ങൾ എങ്ങനെ നന്നാക്കാൻ പറ്റും? How will we become good? ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാവരും മോശക്കാരാണ്. Everyone who works with us, they are all bad. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ കുടുംബങ്ങളും തകർന്നതാണ്. And every families around us are all broken. എല്ലായിടും അനീതിയും വഞ്ചനയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Every place there is injustice and evil is continually increasing. ഞങ്ങൾ കോളേജിൽ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എല്ലാവർക്കും മറ്റ് അഫെയർ ഉണ്ട്, ബന്ധങ്ങളുണ്ട്. When we go to colleges, when we go to school, everybody has relationships and affairs. ഞങ്ങൾ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള മറ്റ് ഓഫീസേഴ്സ് എല്ലാവരും കൈക്കൂലി വാങ്ങുന്നവരാണ്. When we go to our offices, everyone in the offices, they take bribes. ഞങ്ങൾ എന്ത് ചെയ്യും? What will we do? ആമേൻ. നമ്മുടെ ന്യായങ്ങളാണ്, നമ്മൾ പാപം ചെയ്യാനുള്ള ന്യായങ്ങൾ പറയുകയാണ്. We are justifying ourselves to commit sin. അങ്ങനെ കേൾക്കുന്നുണ്ടോ? Are you hearing me? നിങ്ങൾ ഉറങ്ങിയാണോ കേൾക്കുന്നത്, ഉണർന്നിരുന്നാണോ കേൾക്കുന്നത്? നമ്മുടെ ചുറ്റുപാട് മൊത്തം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാട് മൊത്തം മോശമാണ്. All our surrounding is becoming very evil. മ്ലേച്ഛത ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Abominations are increasing in this world. പാപം ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Sin is increasing in this world. സ്കൂളിൽ കൊച്ചു ക്ലാസ് തുടങ്ങി മോശമായ അനുഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. From the younger classes onwards, many bad things are happening. ഇപ്പോൾ നിങ്ങൾ മീഡിയ കണ്ടു കാണും, മക്കൾ എഴുന്നേറ്റ് കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും കൊല്ലുകയാണ്. You must have seen in the social media that
the children of the house are rising up and killing the whole family. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കൂടി മറ്റൊരു കുഞ്ഞിനെ തല്ലിക്കൊല്ലുകയാണ്. Those students who are studying in class 10, they are joining together and killing one of their student in the class. 35 വയസ്സുള്ള അമ്മ 14 വയസ്സുള്ള മകന്റെ കൂട്ടുകാരന്റെ കൂടെ ഒളിച്ചോടി പോവുകയാണ്. The mother of 14 years old son, she's 35 years old and she is going with this son's friend. She is having a relationship with his son's friend. 14 വയസ്സുള്ള ചെറുക്കന്റെ കൂടെ 35 വയസ്സുള്ള സ്ത്രീ കൂടെ പോവുകയാണ്. A woman who is 35 years old is going with a 14-year-old boy. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ലൈംഗിക വൈകൃതങ്ങൾ നിമിത്തം അവരെ സ്കൂളിന് വഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 4ലും 5ലും പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ നിമിത്തം. The school is not able to bear the children who are studying in 4th and 5th standard because of their sexual life. ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടുണ്ട് ഇല്ലേ? And these are all happening in our surrounding. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ അങ്ങനെ ജീവിക്കും. And how will our children live in such a place? നമ്മൾ അങ്ങനെ ജീവിക്കും. How will we live in such a പോകുന്ന place? ഓഫീസ് എല്ലാം കറപ്റ്റഡ് ആണ്. Wherever we go in the offices, it's all corrupted. അപ്പോൾ നമുക്ക് സാഹചര്യങ്ങളെ വേണമെങ്കിൽ കുറ്റം പറഞ്ഞ് അതിന് കൂടെ കൂടാം. If needed, we can justify ourselves and join with all these things, speaking about the situations that is happening around us. Amen. Amen. Peer pressure, അല്ലേ? അങ്ങനെ പറഞ്ഞില്ല നമ്മൾ. എന്താണ് ഇത് പറഞ്ഞത്? നമ്മളെ മറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്യാണ്? പ്രഷറൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളും പാപത്തിൽ വീഴുകയാണ്. We can say about peer pressure that because others are pressurizing us, we are committing sin. Amen. Amen. ഇതെല്ലാം നമുക്ക് ഇന്ന് നമ്മുടെ യങ് ജനറേഷൻ പറയുന്ന കാര്യങ്ങളാണ്. These are all what our young generation speaks today. എല്ലാവർക്കും ലവ് അഫെയർ ഉണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കായൂടാ? Everybody has a love affair, so why not I also have a love affair? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ വാദങ്ങളാണ്. It's all what our young children speak. പക്ഷേ നിങ്ങൾ വചനം കണ്ടോ? But do you see the scripture? ഭൂമിയിലുള്ള സകല ജഡവും തങ്ങളുടെ വഴി വഷളാക്കി. All flesh in the world had made their ways corrupted. ഭൂമി മുഴുവനും അക്രമം കൊണ്ട് നിറഞ്ഞു. And the whole world was filled with evil. ദൈവത്തിന്റെ ഹൃദയത്തിൽ ദുഃഖമായി മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട്. And God's heart was paining because he created man. പക്ഷെ അതിന്റെ നടുവിൽ ഒരു കുടുംബം ദൈവത്തിന്റെ പൂർണ്ണ വിശുദ്ധി ജീവിക്കുകയാണ്. But in the midst of all this, one family is living in the holiness of God. നോഹയുടെ മക്കൾക്കും സമ്മർദ്ദം ഉണ്ടായില്ലേ? Even the children of Noah was facing suppressions. അവർ സ്കൂളിൽ പോകാൻ എനിക്ക് അറിയത്തില്ല. I don't know if they went to school. പക്ഷെ അവർ സമൂഹത്തിൽ ജീവിക്കുകയല്ലേ? But they are living in the society. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ബാക്കി എല്ലാ ചെറുപ്പക്കാരും അവരുടെ പ്രായമുള്ള എല്ലാ ചെറുപ്പക്കാരും പാപത്തിൽ ജീവിക്കുമ്പോൾ ആ പാപത്തിൽ ജീവിക്കാതിരിക്കുമ്പോൾ ഇവർക്ക് വലിയ വലിയ സമ്മർദ്ദമില്ലയോ? When they are living in the society, other people who are of their age, when they are committing sin, they also have been suppressed because of their sins. നോഹയ്ക്കും അവന്റെ ഭാര്യയ്ക്കും വലിയ സമ്മർദ്ദമുണ്ടായിട്ടില്ല. Even Noah and his wife could face this suppression from others. അതായത് ലോകം എത്ര കറപ്റ്റഡ് ആയാലും എത്രമാത്രം വഷളായാലും ദൈവമക്കൾക്ക് അതിൻ്റെ നടുവിൽ തേജസ്സോടുകൂടെ ജീവിക്കുവാൻ ദൈവം കൃപ കൊടുക്കും. God will give grace for his children to live in such a corrupted world, no matter how much corrupted the world is, to live in the midst of that corrupted world in glory. നോഹ അങ്ങനെ നിന്നതുകൊണ്ട് അവന്റെ കുടുംബവും അവന്റെ കുടുംബത്തെ രക്ഷിച്ചു. Because Noah stood like that, God saved his family. പിന്നീടുള്ള ഭൂമിയിൽ ഉണ്ടായ സകല വംശങ്ങൾക്കും അവർ കുടുംബത്തിൽ അവർ പിതാക്കന്മാരായി തീർന്നു. And they became the fathers of the all people that came afterward into this world. Hallelujah. Hallelujah. ഞാൻ പറഞ്ഞ സാരം ഈ പറഞ്ഞിരിക്കുന്ന ഓരോ അഭിഷക്തന്മാരും ദൈവത്തിൻ്റെ കൂടെ നടന്നത്, അഥവാ ദൈവം അവരുടെ കൂടെ നിൽക്കാൻ കാരണം
ഇത്ര വഷളത്വം നിറഞ്ഞ ലോകത്തിൽ അവർ ഹൃദയത്തിൽ നിഷ്കളങ്കന്മാരായ ദൈവത്തിന് കൂടെ നടന്നു. What I'm trying to say is that how this the reason why God stood with them and they walked with God, because even though the world was filled with violence and corrupt, they still lived blamelessly before God. അവിടെ ദൈവം ആ നോഹയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. And that is why God blessed Noah and his family. അവരെ മാത്രം രക്ഷിച്ചു. And he saved only his ഇനി family. ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ Now if you read Genesis chapter 17, ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്ന ഒരു വചനമുണ്ട്. there's a scripture here where we can see God is speaking with Abraham. കഴിഞ്ഞ അനേക വർഷങ്ങളായി അബ്രഹാം ദൈവത്തിന്റെ കൂടെ നടക്കുകയാണ്. For many years Abraham is walking with God. പക്ഷെ ഇന്ന് ദൈവം വന്നിട്ട് അവനോട് ഒരു കാര്യം പറയുകയാണ്. But today God has come and is speaking something to Abraham. 99-ാമത്തെ വയസ്സിൽ ദൈവം പറയുകയാണ്, When Abraham is 99 years old, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. I am Almighty God. Walk before me and be blameless. ആമേൻ. Amen. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അന്ന് അവൻ ഇതുപോലെ നിഷ്കളങ്കനായ വ്യക്തിയല്ല. When God called Abraham, at that moment he was not blameless like this. കുറെ നാളുകൾ എടുത്തു ദൈവത്തിൻ്റെ വഴിയിൽ ദൈവത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കി ഒരു നിഷ്കളങ്ക ഹൃദയമുള്ളവനായി തീരാൻ. It took him long years to understand the ways of God, to walk in it and to become blameless. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. That's what I understand. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. We are also like that. നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയവരാണെങ്കിലും Even though we have met with God, we have രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും been born again, വീണ്ടും ജനിച്ചവരാണെങ്കിലും we have been saved, പരിശുദ്ധാത്മാവിനെ we have പ്രാപിച്ചവരാണെങ്കിലും received Holy Spirit, ശുശ്രൂഷയിൽ even though നിൽക്കുന്നവരാണെങ്കിലും we are standing in doing ministry, നമ്മുടെ ഹൃദയമൊന്നും പൂർണ്ണമായി നിഷ്കളങ്കമായിട്ടില്ല. our hearts have not completely become blameless. കൊലോസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ ഒരു വാക്യം ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. I'll read a scripture for you from the letter to the Colossians, where Holy Spirit has clearly stated. അവിടെ അതിൻ്റെ 1-ാം അധ്യായത്തിൽ ഞാൻ ചില വാക്യം വായിക്കാം. I'll read some scriptures for you from chapter 1. അതിൻ്റെ 21 22 വാക്യങ്ങൾ. Chapter 1 verse 21 and 22. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. And you who once were alienated and enemies in your mind by wicked works, yet now he has reconciled in the body of his flesh through death to present you holy and blameless and above reproach in his sight. മുമ്പേ നമ്മൾ ദുഷ്പ്രവർത്തികൾ ചെയ്തവരായിരുന്നു. Once we were doing wicked works, മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു. and we were enemies in our mind, ദൈവത്തോട് ശത്രുക്കളായിരുന്നു. and we were alienated from God. പക്ഷേ യേശുക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്താൽ But Jesus Christ, through the death on the cross, അവന്റെ രക്തത്താൽ by his blood, നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ചു. he has made our heart holy. ഞാൻ ഈ വാക്യത്തിലേക്ക് മടങ്ങി വരും മുമ്പ് വേറൊരു വാക്യം നിങ്ങളെ കാണിക്കാം. Before I come back to this scripture, I'll show you one more scripture. എബ്രായർക്ക് എഴുതിയ ലേഖനം From Hebrews 10-ാം അധ്യായം chapter 10. അതിന്റെ വാക്യം നോക്കിക്കോട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം. Hebrews chapter 10. ഹല്ലേലൂയ. അതിന്റെ 22-ാം വാക്യം. Verse 22. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. Let us draw near with a true heart in full assurance of faith, having our hearts sprinkled from all evil conscience and our bodies washed with pure water. Amen. Amen. നാം യേശു കർത്താവിൽ വന്നപ്പോൾ നമ്മുടെ ഹൃദയത്തിന് സംഭവിച്ച കാര്യം പറഞ്ഞിരിക്കുകയാണ്. It's talking about what happened to our heart when we came to Jesus. നമ്മുടെ ഹൃദയത്തെ
രക്തത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തം തളിച്ച് നമ്മെ ശുദ്ധമാക്കിയിട്ടുണ്ട്. The blood of Jesus Christ has been sprinkled in our hearts and we have been cleansed from all evil conscience. കാരണം നമ്മുടെ അകത്ത് ഒരു ദുർമനസാക്ഷിയുണ്ട്, ഈവിൾ കോൺഷ്യൻസ് ഉണ്ട്. Because we have an evil conscience within us. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മുടെ മനസാക്ഷി അശുദ്ധമായി തീരുന്നു, മലിനമായി When തീരുന്നു. we commit sin, our conscience becomes defiled. അതുകൊണ്ട് മനസാക്ഷി നമ്മളെ എല്ലായ്പ്പോഴും കുറ്റം വിധിക്കുകയാണ്. And that is why our conscience always condemns us. നമ്മുടെ മനസാക്ഷി ദൈവത്തിന്റെ മുമ്പാകെ നിർമ്മലമല്ല. Our conscience is not pure before God. നമ്മുടെ ഹൃദയം അതുകൊണ്ട് അശുദ്ധമാണ്. That is why our heart is filthy. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. But by the blood of Jesus Christ, our hearts have become clean. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ്. I'm talking with you about this, that whoever has a pure heart, they will see God. അവർ ദൈവത്തിന്റെ കൂടെ നടക്കുമെന്നാണ്. They will walk with God. ദൈവം അവരുടെ കൂടെ ഇറങ്ങി And വരുമെന്നാണ്. God will come and dwell with them. ആ ദൈവത്തിന്റെ തേജസ് അവരെ മേൽ പകരുമെന്നാണ്. And that God will give his glory upon them. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ വ്യക്തിയുടെ കൂടെ വാസം ചെയ്യുമെന്നാണ്. Father, Son and Holy Spirit will dwell with that person. അത് ഒന്നാമത് നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കണം. And for that, first of all, our heart has to be pure. അത് തുടക്കത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അവന്റെ രക്തം നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ട് നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. And for that, the blood of Jesus Christ has been sprinkled in our heart and made our heart to become pure. യേശുവിൻ രക്തം നമ്മുടെ ഹൃദയത്തിൽ തളിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ആക്ഷരികമായി സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. When we say Jesus Christ's blood was sprinkled in our heart, it's not talking about a literal thing. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ മറ്റൊരു വാക്യം കാണിക്കാം. I'll show you one more scripture from Acts of the Apostles chapter 15. അതിന്റെ 9-ാം വാക്യം. Verse 9. ഞാൻ 8-ാം വാക്യം തുടങ്ങി വായിക്കാം. I'll read from verse 8. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 8-ാം വാക്യം തുടങ്ങി. Acts chapter 15 verse 8 onwards. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. So God, who knows the heart, acknowledged them by giving them the Holy Spirit just as he did to us, and made no distinction between us and them, purifying their hearts by faith. പത്രോസ് പറയുന്ന ദൈവവചനമാണ്. This is a word of God that Peter is speaking. ജാതികളിൽ നിന്നും വലിയൊരു കൂട്ടം വിശ്വാസത്തിലേക്ക് വന്നു. Many people from among Gentiles came to faith. എന്നാൽ യെരുശലേമിലുള്ള പരീശന്മാരായ വിശ്വാസികൾ പറഞ്ഞു അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പിക്കാൻ കൽപ്പിക്കുകയും വേണമെന്ന്. But the Pharisees who believed, who were in Jerusalem, they said that they have to be circumcised and they have to follow the law of Moses. അവരോട് പറയുന്ന പത്രോസിന്റെ മറുപടിയാണ്. And this is a reply of Peter to them. ദൈവം ജാതികളുടെ ഹൃദയങ്ങളെ വിശ്വാസത്താൽ വിശുദ്ധീകരിച്ചു. God has purified the hearts of the Gentiles by faith. Amen. Amen. നമ്മുടെ ഹൃദയങ്ങളെ ദൈവം വിശുദ്ധീകരിച്ച വിശ്വാസത്താലാണ്. God has purified our hearts by faith. ഞാൻ ഈ രണ്ട് വാക്യം കൂടി കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. I want to connect these two scriptures together. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 9-ാം വാക്യവും എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 22-ാം വാക്യവും. Acts chapter 15 verse 9 and Hebrews chapter 10 verse 22. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടിരിക്കുകയാണ്. The blood of Jesus Christ has been sprinkled in our heart. എന്താ അതിന്റെ അർത്ഥം? What is the meaning of നമ്മൾ that? യേശു കർത്താവിനെ സ്വീകരിച്ചപ്പോൾ When we received Jesus Christ, അവന്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണെന്ന് കേട്ടപ്പോൾ വിശ്വസിച്ചപ്പോൾ, when we heard and when we believed that his blood has become the remissions for our sins, യേശുക്രിസ്തുവിന്റെ രക്തത്തിലുള്ള വിശ്വാസത്താൽ by the faith in the blood of Jesus, നമ്മുടെ ഹൃദയം our വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. heart has become cleansed. Amen. Amen. ഇത് മനസ്സിലാവും നമുക്ക്?
യേശുക്രിസ്തുവിന്റെ രക്തത്തിലുള്ള വിശ്വാസം. ഇപ്പൊ രക്തം വന്ന് എല്ലാ ഹൃദയങ്ങളും തളിക്കുന്നില്ല. The blood is not coming and sprinkling in every heart. Amen. Amen. വചനമാണ് നമ്മളെ The സൗഖ്യമാക്കുന്നത്. word is healing us. Amen. Amen. യേശുവിൻ രക്തം ആക്ഷരികമായി ഓരോ ഹൃദയങ്ങളും തളിക്കപ്പെടുന്നില്ല. The blood of Jesus in a literal way is not being sprinkled in our hearts. എന്നാൽ രക്തത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനം, But the word spoken about the blood of Jesus. യേശുവിന്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായെന്ന് വായിക്കുമ്പോൾ, When we read the blood of Jesus has become the remissions for our sin. ആ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെക്കുറിച്ച് കേൾക്കുമ്പോൾ, When we hear the power of the blood of Jesus. ആ യേശുവിൻ രക്തത്തെ നാം വിശ്വസിക്കുമ്പോൾ, When we believe in the blood of Jesus. ആ വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങൾ By വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. that faith our hearts are becoming sanctified. പാപത്തെ The നീക്കിക്കളഞ്ഞിരിക്കുകയാണ്. sin is being removed. പാപത്തിന്റെ കുറ്റബോധത്തെ നീക്കിയിരിക്കുകയാണ്. The guilty conscience of sin has been removed. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. Those who have a pure heart will see God. അതിന്റെ തുടക്കം, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങൾ കഴുകപ്പെടുക And the എന്നതാണ്. beginning step of that is that our hearts is being cleansed, washed by the blood of Jesus. അതിനർത്ഥം യേശുക്രിസ്തുവിന്റെ രക്തത്തിലുള്ള വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുക The എന്നതാണ്. meaning is that we are being sanctified by the blood of Jesus Christ. Our അങ്ങനെ hearts are being യേശുക്രിസ്തുവിന്റെ sanctified. രക്തത്തിലുള്ള വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട് പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങി Now, വന്നിരിക്കുകയാണ്. because our hearts have been sanctified by the faith in the blood of Jesus, Holy Spirit has come down to dwell in our spirit. നമ്മൾ ദൈവത്തെ അനുഭവിക്കാൻ തുടങ്ങി. And now we have started to experience God. നമ്മൾ ദൈവത്തെ കണ്ടു തുടങ്ങി. Now we have started to see God. അത് നമ്മുടെ ഈ പുറത്തെ കണ്ണല്ല കാണുന്നത്. This is not seen by our external eyes. നമ്മുടെ പുറത്തെ ഇന്ദ്രിയങ്ങളല്ല ദൈവത്തെ അനുഭവിക്കുന്നത്. It's not our external senses that experience നമ്മുടെ God. അകത്തെ മനുഷ്യൻ ദൈവത്തെ കണ്ടു തുടങ്ങി. But our inner man has started to see God. അകത്തെ മനുഷ്യൻ ദൈവത്തെ അനുഭവിക്കാൻ Our inner തുടങ്ങി. man has started to experience God. അനേക വാക്യങ്ങൾ അത് വ്യക്തമാക്കുകയാണ്. Many scriptures clearly say this. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിൽ The വസിക്കുകയാണ്. Holy Spirit is abiding in our spirit. പരിശുദ്ധ ആത്മാവിൽ പിതാവാം ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുകയാണ്. The Holy Spirit is abiding in our spirit. പരിശുദ്ധ ആത്മാവിനാൽ പിതാവാം ദൈവം നമ്മുടെ ആത്മാവിൽ And through വസിക്കുകയാണ്. the Holy Spirit, Father God is dwelling in our പരിശുദ്ധ spirit. ആത്മാവിനാൽ യേശു കർത്താവ് നമ്മുടെ ആത്മാവിൽ വസിക്കുകയാണ്. Through the Holy Spirit, Jesus Christ is dwelling in our കാരണം spirit. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവാണ് പരിശുദ്ധ Because ആത്മാവ്. the spirit of Father and Jesus is the Holy Spirit. പിതാവിന്റെ ആത്മാവാണ് പരിശുദ്ധ The ആത്മാവ്. spirit of Father is Holy Spirit. യേശു ക്രിസ്തുവിന്റെ പുത്രന്റെ ആത്മാവാണ് പരിശുദ്ധ ആത്മാവ്. Jesus Christ, the Son's spirit is the Holy Spirit. പിതാവിനും പുത്രനും ഒരാത്മാവാണ്. The Father and Son has one spirit. അവന്റെ പേരാണ് പരിശുദ്ധ And his ആത്മാവ്. name is Holy ആ Spirit. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വാസം And ആരംഭിച്ചിരിക്കുന്നു. that Holy Spirit has started to dwell in our spirit. ആകയാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവത്തെ അനുഭവിക്കാൻ And തുടങ്ങി. that is why our inner man is experiencing God. ദൈവത്തെ കാണുവാൻ തുടങ്ങി. Has started to see God. ദൈവ ശബ്ദം കേൾക്കാൻ തുടങ്ങി. Has started to hear his voice. പരിശുദ്ധാത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. And Holy Spirit is talking and testifying to our spirit. സോ നമ്മുടെ അകത്തെ ആത്മാവിൽ ദൈവം വന്നിട്ടുണ്ട്. So our Holy Spirit, God has come in our spirit. ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുന്നുണ്ട്. God is dwelling in our അവിടെ spirit. ദൈവ ശബ്ദമുണ്ട്. And there the voice of God is there. അവിടെ ദൈവിക അനുഭവമുണ്ട്. And we have the experience of God there. പക്ഷെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ പ്രാണനിൽ അവനെ അനുഭവിക്കാനും കാണാനും കഴിയുന്നില്ല. But we are not able to experience or see him in our heart or in our soul. അതിന്റെ കാരണം And the reason for that, യേശുക്രിസ്തുവിൻ രക്തത്താൽ വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു, പാപങ്ങൾ മാറി, കുറ്റബോധം മാറിയെങ്കിലും even though by the blood of Jesus Christ our heart has been cleaned and the guilty conscience has been removed, നമ്മുടെ ഹൃദയത്തിൽ ധാരാളമായിരിക്കുന്ന
അശുദ്ധികൾ അഭിഷേക്ഷിക്കുന്നു. Lord of filthiness remains in our heart. നമ്മുടെ പാപങ്ങളൊക്കെ പോക്കി, Our sins have been forgiven. പാപങ്ങൾ കഴുകി നീക്കപ്പെട്ടു. It has been washed and it has been removed. പക്ഷേ അതിന്റെ ചില മൂലകങ്ങൾ, അത് ചില റൂട്ടുകൾ, ചില അടിസ്ഥാനപരമായ പാപ സ്വഭാവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ But വസിക്കുകയാണ്. the remains of that sin, the roots, the roots of that sin, the foundation of that sin, the elements is remaining in us. ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായും And വിശുദ്ധീകരിക്കണം. God wants to completely sanify our heart. ഞാൻ ആ കൊലോഷ്യൻസ് ഒന്ന് വായിച്ചിട്ട് വീണ്ടും മുന്നോട്ട് പോകാം. I'll read Colossians again and we'll go forward. കൊലോഷ്യൻസ് 1-ാം അധ്യായം Colossians chapter 1, 22-ാം വാക്യം. verse 22. അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. He has reconciled in the body of his flesh through death to present you holy and blameless and above reproach in his sight. യേശുക്രിസ്തു മരിച്ചതും തന്റെ രക്തം നമുക്ക് വേണ്ടി തന്നതും നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. Jesus Christ has died on the cross and gave his blood for us to sanify us. യേശുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ടു. And when we receive Jesus, our heart has been cleansed. ഇനി അവൻ നമ്മെ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാക്കി തീർക്കണം. But now he needs to make us holy, blameless and above reproach in his sight. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം നമുക്ക് അറിയുന്ന വാക്യമാണെങ്കിലും നമ്മൾ പുസ്തകം എടുത്തത് വായിക്കാൻ വേണ്ടി പോവുകയാണ്. Even though we know this scripture, we are going to read from 1 Thessalonians chapter 5. 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ. Verse 23 and 24. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. Now may the God of peace himself sanify you completely. നമ്മുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമാക്കണം. He needs to make our heart holy. കുറ്റമില്ലാത്തവരാക്കണം. Has to make blameless. വിശുദ്ധമാക്കണം. And has to make us holy. ആ ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹമാണ്. It's God's greatest desire. Amen. Amen. ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. The greatest desire of ദൈവത്തിന്റെ God. ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മെ യേശുക്രിസ്തുവിനെ പോലെ ശുദ്ധീകരിക്കണമെന്നുള്ളത്. The greatest desire of God that he sanify us to become like his son Jesus. ദൈവം നമ്മളെ മുഴുവനും ശുദ്ധീകരിക്കുമെന്ന് വചനം പറഞ്ഞിരിക്കുന്നത്. The scripture says he will sanify us completely. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. And may your whole spirit, soul and body be preserved blameless at the coming of our Lord Jesus Christ. Amen. Amen. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും. And he who calls you is faithful, who also will do it. നിങ്ങൾ നോക്കിയാട്ടെ, നമ്മൾ എന്തിനാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്? Why are we praying these days? ദൈവത്തിന്റെ മഹത്വം നമ്മിൽ നിറയാൻ വേണ്ടി. That the glory of God may fill in us. നമ്മുടെ ആത്മാവിൽ ദൈവമുണ്ട്. The spirit of God is already in our spirit. ദൈവത്തിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൽ നമ്മുടെ ആത്മാവിലുണ്ട്. The God's presence is already in us, in the spirit of God who is dwelling in our spirit. ദൈവശബ്ദം നമ്മുടെ ആത്മാവിലുണ്ട്. The voice of God is in our spirit. ദൈവിക അനുഭവങ്ങൾ നമ്മുടെ ആത്മാവിലുണ്ട്. The experiences of God is in our spirit. അത് വല്ലപ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലോട്ടും പ്രാണനിലൊക്കെ ഒന്ന് ഒഴുകി വരുമ്പോൾ നമ്മൾ അനുഭവിക്കാറുമുണ്ട്. And sometimes when we sing and we worship, when that presence will flow to our soul and our bodies and we experience that. അങ്ങനെയുള്ള അനുഭവം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. And that experience is only for a short time. Amen. Amen. നമ്മൾ 24 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ, if we take 24 hours, ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ പ്രാണനിൽ അനുഭവിക്കുന്ന സമയം വളരെ ചുരുക്കമായിരിക്കും. It's very short time that we experience the life of God in our soul and in our bodies. എന്താ കാരണം? What is the reason? നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ടില്ല. Our heart is not yet completely santified. Amen. Amen. ദൈവത്തിന് വലിയൊരു വാഗ്ദത്തം നമുക്കുണ്ട്. But God has given us a great promise. നമ്മുടെ ആ മുഴുവൻ ആത്മാവിനെയും
പ്രാണനെയും ദേഹത്തെയും വിശുദ്ധീകരിക്കാൻ that വന്നു. He will completely sanify our whole spirit, soul, and body. നിങ്ങളത് അറിയണം, We need to know this. അത് You വിശ്വസിക്കണം, need to believe this. അതിനുവേണ്ടി ആഗ്രഹിക്കണം. And you need to desire for this. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നമാണ്, അവന്റെ ആഗ്രഹമാണിത്. This is a desire and a dream of God for us. നമ്മളൊക്കെ നോക്കിയേ, Now look into ourselves. നമ്മുടെ പ്രാണനെ നോക്കിയേ, Look into our soul. നമ്മുടെ ഹൃദയത്തെ Look നോക്കിയേ, into our heart. നമ്മുടെ വികാരങ്ങളെ Look നോക്കിയേ, into our emotions. നമ്മുടെ മനസ്സിനെ നോക്കിയേ, Look into our mind. നമ്മുടെ ചിന്തകളെ Look നോക്കിയേ, into our thoughts. നമ്മുടെ നമ്മുടെ സ്വയത്തെ നോക്കിയേ. Look into our will. എത്രമാത്രം കുറവുകളാണ് അവശേഷിക്കുന്നത്. How much shortcomings remain there? നമ്മൾ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ 5 വർഷം പുറകിലുള്ള ആളല്ല നമ്മൾ ഇന്ന്. We are not the same person who we were 5 years before. നമുക്ക് ഒത്തിരി സൗഖ്യം നടന്നിട്ടുണ്ട്, We have received much healing. ഒത്തിരി വിശുദ്ധീകരണം നടന്നിട്ടുണ്ട്. We have received much sanctification. ആർക്ക് ബോധ്യമുണ്ട്? Who understands this? നമ്മുടെ അകത്ത് ഭയങ്കരമായ സൗഖ്യം നടക്കുന്നില്ലേ? We have much healing happening in us, നമ്മുടെ right? അകത്ത് ഭയങ്കരമായ രൂപാന്തരം നടക്കുന്നില്ലേ? There is much transformation happening in നമ്മുടെ us. അകത്ത് വലിയ വിശുദ്ധീകരണം നടക്കുന്നില്ലേ? Much sanctification is happening അത് in എല്ലാ us. ദിവസവും നടക്കുന്നില്ലേ? It happens every day. നമ്മൾ ഇന്നലത്തെ വ്യക്തിയല്ല ഇന്ന്. We are not a person that we were yesterday. നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോഴും കാണുമ്പോൾ പാസ്റ്റർ പഴയതുപോലെ അങ്ങ് നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം. When you look, you may think that the pastor is same from before. ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളും പഴയ ആളെ ചിന്തിക്കുമായിരിക്കാം. Even when I see you, I may also think that you are the same person. പക്ഷെ നമ്മുടെ അകത്ത് ഭയങ്കരമായ സൗഖ്യം But നടന്നുകൊണ്ടിരിക്കുകയാണ്. a great amount of healing is happening in us. ഭയങ്കരമായ വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. Much sanctification is happening in ആ us. യേശുക്രിസ്തുവിന്റെ സ്വരൂപം നമ്മളിൽ തുന്നിച്ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. The image of Jesus Christ is being knitted with us. നമ്മൾ യേശു കർത്താവിനെ പോലെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. And we are becoming transformed to become like Jesus. അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് This is പറഞ്ഞിരിക്കുന്നത്. the greatest dream of God for us. അത് നടക്കാതിരിക്കാൻ അത് നടക്കാതിരിക്കാൻ എന്താ പറയുന്നത്, അത് നടക്കാതിരിക്കാൻ പറ്റത്തില്ല. There is no possibility that this will never happen. അത് നടന്നേ പറ്റൂ. It has to happen. ആ ദൈവത്തിന്റെ സ്വപ്നമാണ്, Because this is a dream of ആ God. ദൈവത്തിന്റെ It's a തീരുമാനമാണ്, decision of God. അത് യേശുക്രിസ്തുവിന്റെ It's a തീരുമാനമാണ്. decision of Jesus. അവൻ അതിനു വേണ്ടിയാണ് മരിച്ചത്. And He died for that നമ്മളെ reason. വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി പിതാവിന്റെ മുമ്പാകെ നിർത്താനാണ് യേശു മരിച്ചത്. Jesus died that He may present us holy, blameless, and above reproach before the presence of the ആ Father. ശുദ്ധീകരണം നടന്നിരിക്കും, And that sanctification will happen. ആ രൂപാന്തരം നടന്നിരിക്കും. That transformation will happen. നമ്മുടെ ഹൃദയം പൂർണ്ണമായി And our heart വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. will completely be sanctified. നമ്മുടെ ഹൃദയം യേശുക്രിസ്തുവിന്റെ ഹൃദയം പോലെ ആയിരിക്കും. And our heart will become like the heart of നമ്മുടെ Jesus. ഇമോഷൻസ് യേശുക്രിസ്തുവിന്റെ ഇമോഷൻ പോലെ ആയിരിക്കും. Our emotions will become like the emotions of നമ്മുടെ Jesus. ബുദ്ധി, ചിന്ത, മനസ്സ് യേശുക്രിസ്തുവിന്റെ മനസ്സ് പോലെ ആയിത്തീരും. Our understanding, our mind, our thoughts will become like that of Jesus. അതിനുവേണ്ടി യേശു മരിച്ചത്. And that is why Jesus died. അതാണ് പിതാവിന്റെ നമ്മെക്കുറിച്ചുള്ള ഏറ്റവും വലിയ This ആഗ്രഹം. is the greatest desire of Father regarding us. അത് നടക്കാതിരിക്കാൻ കഴിയത്തില്ലല്ലോ. There is no possibility that this will not happen. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇവിടുത്തെ പ്രശ്നം But the problem here, നമ്മൾ എത്രത്തോളം ഈ കാര്യങ്ങൾ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. how is that? The thing is how much we understand these matters. എത്രത്തോളം നാം നമ്മെ തന്നെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. The thing is how much we submit ourselves for this. ഈ നമുക്ക് ഈ കാര്യങ്ങൾ ഗ്രഹിച്ചാൽ, തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, If we are able to realize these നാം matters, ദൈവത്തിന്റെ കൂടെ നിൽക്കും. we will stand with God നമ്മളെ ശുദ്ധീകരിക്കുവാൻ, so that He can sanctify നമ്മളെ us, He can രൂപാന്തരപ്പെടുത്തുവാൻ, transform us, നമ്മളെ and He can സൗഖ്യമാക്കുവാൻ heal us. നമ്മൾ ദൈവത്തിന്റെ കൂടെ നിൽക്കും. We will stand with God for that. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 7-ാം അധ്യായം ആ വാക്യം നമുക്കറിയാം. We know this verse from 2 Corinthians chapter 7. പ്രിയമുള്ളവരെ, 1-ാം വാക്യം 2 കൊരിന്ത്യർ 7:1. 2 Corinthians chapter 7 verse 1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. Therefore,
having these promises, beloved, let us cleanse ourselves from all filthiness of the flesh and spirit, perfecting holiness in the fear of God. Amen. Amen. നമ്മുടെ അകത്ത് എത്ര ഭയമുണ്ടെന്ന ചോദ്യം. The question is how much fear is in our heart. നമ്മുടെ അകത്ത് എത്ര ഭയവും വിറയലും ഉണ്ടെന്ന ചോദ്യം. How much fear and trembling do we have in ഞാൻ us? ചോദിക്കുന്ന കാര്യമല്ല It's നിങ്ങളോട്. not my question to you. ദൈവത്തിന്റെ It's ചോദ്യമാണ്. God's question. ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ When God looks into my heart, ദൈവം നോക്കുന്നത് വിശുദ്ധീകരിക്കപ്പെടാൻ, യേശുവിനെ പോലെ ആകുവാൻ ഇവൻ എത്രയധികം താല്പര്യമുണ്ടെന്നാ. what God sees is how much desire this man, this person has to become like Jesus or to be sanctified in the heart. എത്രമാത്രം സമർപ്പണമുണ്ടെന്ന് ദൈവം നോക്കുന്നത്. What God looks is how much he has surrendered. നിങ്ങൾ ഈ പോയിന്റ് മനസ്സിലാക്കുന്നുണ്ടോ? Do you understand this point? നിങ്ങൾ ഈ പോയിന്റ് ഇവിടെ എത്തിയില്ലെങ്കിൽ, ഈ പോയിന്റിൽ എത്തിയില്ലെങ്കിൽ, If you did not reach this point, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം if you ജീവിച്ചാൽ, are living according to your own will, നിങ്ങളുടെ സ്വയത്തിൽ you ജീവിച്ചാൽ, live according to your own self, ജഡത്തിൽ if you ജീവിച്ചാൽ, live in your flesh, ഹൃദയത്തിന്റെ എല്ലാ അശുദ്ധികളും ചെയ്തു if ജീവിച്ചാൽ, you do according to all the filthiness of your ആ heart, ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തികളും പരാജയപ്പെട്ട് നിങ്ങൾ കഷ്ടത്തിൽ നിന്നും കഷ്ടത്തിലേക്കും നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്കും വീണുകൊണ്ടിരിക്കും. you will continue doing that, and you will fall into sufferings upon sufferings, and you will fall into loss upon loss. മനസ്സിലാകുമോ? ഇല്ല. അതായത് മര്യാദയ്ക്ക് ദൈവശബ്ദം കേട്ട്, വചനം കേട്ട്, ദൈവപദ്ധതി മനസ്സിലാക്കി, എന്താണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള സ്വപ്നമെന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുത്ത് വലിയ ഭക്തിയോട് അല്ലെങ്കിൽ ഭയത്തോട് വിറയലോടുകൂടെ നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ദൈവം അത് നേരിട്ട് അങ്ങ് ചെയ്യാൻ തുടങ്ങും. That is when we desire in our heart for our sanctification, when we hear the voice of God, when we desire for the sanctification, and when God sees this, God himself will take up and cleanse us and sanctify us. God will sanctify us. അവൻ തന്റെ വിശുദ്ധി നാമുമായി പങ്കുവെക്കാൻ തുടങ്ങും. He will share with us his holiness. അവൻ വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും. He is faithful and he will do it. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ, but we are not understanding all these things, നോഹയുടെ കാലത്തെ ജനത്തെ പോലെ അങ്ങ് നടന്നാൽ, and we walk like the people who were during the time of Noah, ദൈവം നിങ്ങളെ വിടത്തില്ല. God will not leave you, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. because you are children of God. പക്ഷെ നിങ്ങൾ കഷ്ടത്തിൽ നിന്നും കഷ്ടത്തിലേക്ക് വീഴാൻ തുടങ്ങും. but you will fall into more struggles and more troubles, നഷ്ടങ്ങളിലേക്ക് വീഴാൻ and you തുടങ്ങും. will fall into losses. അങ്ങനെ കഷ്ടങ്ങളിലൂടെയും നഷ്ടങ്ങളിലൂടെയും പോയി നിങ്ങൾ ദൈവത്തിന്റെ വഴി പഠിക്കും, ദൈവത്തിന്റെ വഴിയിലേക്ക് മടങ്ങി വരും. So you will go through much sufferings and losses, and then you will learn the way of God and come back to the way of അതിന്റെ God. അർത്ഥം നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധിയുടെ കാര്യപരിപാടിയെ നമ്മുടെ അനുസരണക്കേടിനാൽ അതിനെ നമ്മൾ ഡിലേ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ താമസിപ്പിക്കാൻ The തുടങ്ങുക. meaning is that we, because of our disobedience, we are delaying the sanctification process or work of God in our lives. ഇത് തിരിച്ചറിഞ്ഞ് സമർപ്പിച്ചാൽ, So when we recognize this and when we surrender ourselves, ദൈവം നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായും God വിശുദ്ധീകരിക്കും. will completely sanctify our heart. അങ്ങനെ ഹൃദയത്തിലുള്ള അശുദ്ധികൾ മാറുന്നതനുസരിച്ചാണ് ആത്മാവിൽ ജീവിപ്പാനുള്ള ആ സമയം വർദ്ധിക്കുന്നത്. And according to how much our heart is becoming cleansed, the time will increase for us to walk in the Spirit. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി I'm പോവുകയാണ്. going to conclude my words here. ദൈവം നമ്മുടെ ആത്മാവിലുണ്ട്. God is in our spirit. യേശു കർത്താവ് നമ്മുടെ ആത്മാവിലുണ്ട്. The Lord Jesus Christ is in our spirit. പരിശുദ്ധാത്മാവ് നമ്മുടെ Holy ആത്മാവിലുണ്ട്. Spirit is in our spirit. ദൈവ ശബ്ദം നമ്മുടെ The voice ആത്മാവിലുണ്ട്. of God is in our spirit. ദൈവിക അനുഭവങ്ങൾ നമ്മുടെ The ആത്മാവിലുണ്ട്. experiences of God is in our അത് spirit. വല്ലപ്പോഴും ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി വന്ന് നമ്മൾ അനുഭവിക്കുന്നതുമുണ്ട്. And sometimes it flows into our soul and heart, and we നമ്മുടെ ഹൃദയം experience. വിശുദ്ധീകരിക്കപ്പെടാത്തതുകൊണ്ട് It's because our heart is not yet completely നമുക്ക് ആ sanctified, ദൈവത്തിന്റെ പൂർണ്ണ നിറവിൽ ജീവിക്കാൻ we are not പറ്റുന്നില്ല. able to live in the fullness of God. ആത്മാവിന്റെ നിറവിൽ ജീവിക്കാൻ We are not പറ്റുന്നില്ല. able to live in the infilling of the Holy Spirit. ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരാൻ We are പറ്റുന്നില്ല. not able to be filled with all the fullness of God. നമ്മുടെ അകത്ത് അവശേഷിക്കുന്ന
നിലനിൽക്കുന്ന അശുദ്ധി It's കൊണ്ടാണ്. because of the remaining filthiness in our heart. അത് ദൈവത്തിന് വലിയ കുഴപ്പമുള്ള And വിഷയമല്ല. this is a great problem for God. അത് ദൈവത്തിന് വലിയ കുഴപ്പമുള്ള കാര്യമല്ല. It's not a great problem for God. ദൈവത്തിന് അറിയാം നമ്മുടെ അകത്ത് അശുദ്ധി God ഉണ്ട്. knows that there is filthiness in ഇനി our heart. അവന്റെ ലക്ഷ്യം നമ്മളെ വിശുദ്ധീകരിക്കുക His എന്നുള്ളതാണ്. aim is that he completely sanctify അത് us. അവന്റെ കാര്യപരിപാടിയാണ്. It's his plan, അവൻ നിവർത്തിക്കും. and he will completely do അതൊന്ന് it. തിരിച്ചറിഞ്ഞ് If you recognize this, നമ്മൾ സമർപ്പിച്ചു കൊടുത്താൽ, and when we surrender to him, നമ്മൾ when we ആഗ്രഹിച്ചാൽ, desire, നമ്മൾ പ്രാർത്ഥിക്കാൻ when we തുടങ്ങിയാൽ, start to pray, നമ്മുടെ അകത്ത ഭയവും വിറയലും വന്നു when we തുടങ്ങിയാൽ, have fear and trembling in our hearts, ദൈവം നമ്മുടെ ഹൃദയത്തെ വേഗത്തിൽ വിശുദ്ധീകരിക്കും. God will soon sanctify our heart നമ്മൾ completely, ഹൃദയ ശുദ്ധിയുള്ളവരായി തീരും. and we will have a pure heart, നമ്മൾ ദൈവത്തെ കാണാൻ and തുടങ്ങും. we will start seeing God. നമ്മൾ അവനെ അനുഭവിക്കാൻ We തുടങ്ങും. will start experiencing അവൻ him. ഓൾറെഡി നമ്മിൽ തന്നെ ഉണ്ടല്ലോ. Already he is in us. അവൻ നമ്മിൽ വെളിപ്പെടാൻ തുടങ്ങും. He will start ആ manifesting in us, തേജസ്സിന്റെ അളവ് നമ്മിൽ വർദ്ധിക്കാൻ and the തുടങ്ങും. amount of God's glory will increase in us, തേജസ്സിന്മേൽ തേജസ് നമ്മുടെ അകത്ത് വർദ്ധിക്കാൻ തുടങ്ങും. and the glory upon glory will increase in us. നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം വിശുദ്ധീകരണം നടക്കുന്നുവോ അത്രത്തോളം തേജസ്കരണം നടന്നുകൊണ്ടിരിക്കും. How much sanctification happens in our heart, that much glorification happens in us. എൻ്റെ അകത്തിരിക്കുന്ന ഭയം എത്രത്തോളം വെളിയിൽ പോകുന്നുവോ അത്രത്തോളം തേജസ് How വർദ്ധിച്ചുകൊണ്ടിരിക്കും. much fear that remains in me goes out, that much glory fills in my heart. എൻ്റെ അകത്തിരിക്കുന്ന നാളെക്കുറിച്ചുള്ള ഭാരം എത്രത്തോളം വെളിയിൽ പോകുന്നുവോ അത്രത്തോളം തേജസ് എൻ്റെ അകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. How much anxieties of my heart about tomorrow goes out from my heart, that much glory increases in me. എൻ്റെ അകത്തിരിക്കുന്ന കോപം എത്രത്തോളം വെളിയിൽ പോകുന്നുവോ വിശുദ്ധീകരിക്കപ്പെടുന്നുവോ അത്രത്തോളം ദൈവത്തിന്റെ തേജസ് എൻ്റെ പ്രാണനിൽ As വർദ്ധിച്ചുകൊണ്ടിരിക്കും. much as anger that remains in me goes out and I'm being sanctified, that much glory of God increases in me. എൻ്റെ അകത്തിരിക്കുന്ന ജഡമോഹം കൺമോഹം എത്രത്തോളം വെളിയിൽ പോകുന്നുവോ അത്രത്തോളം തേജസ് എൻ്റെ അകത്ത് വർദ്ധിക്കാൻ തുടങ്ങും. As much as the lust of my flesh, the lust of my eyes goes out from within me and I'm being sanctified, that much glory increases in me. എൻ്റെ ഹൃദയം എത്രത്തോളം സൗഖ്യമാകുന്നുവോ എത്രത്തോളം ദുഃഖവും വേദനകളും മാറിപ്പോകുന്നുവോ അത്രത്തോളം ദൈവത്തിന്റെ തേജസ് എൻ്റെ അകത്ത് വർദ്ധിക്കാൻ As തുടങ്ങും. much as my heart is being healed and my pains and my grief is removed, that much glory will increase in me. എൻ്റെ ഹൃദയത്തിൽ ധാരാളമായ തകർച്ചകളുണ്ട്. There is a lot of brokenness in my heart. എൻ്റെ ധാരാളമായ മുറിവുകളുണ്ട്. There's a lot of wounds in my heart. ധാരാളമായ There's ബന്ധനങ്ങളുണ്ട്. a lot of bondages in my heart. അശുദ്ധികളുണ്ട്. There's a lot of filthiness in my അവയെ heart. തിരിച്ചറിയുകയും When I recognize this, സൗഖ്യമാകാൻ ദൈവത്തിന്റെ കൂടെ and നിൽക്കുകയും when I stand with God for healing, വചനത്തെ when I സ്വീകരിക്കുകയും receive the word, പ്രാർത്ഥിക്കുകയും when I pray, പരിശുദ്ധാത്മാവിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും when I ചെയ്യുമ്പോൾ surrender in the Holy Spirit, ദൈവം എൻ്റെ ഹൃദയത്തിലുള്ള അശുദ്ധികളെ നീക്കിക്കൊണ്ടിരിക്കും. God will start removing all the filthiness from my heart. ഒരു അശുദ്ധിയുമില്ലാതെ യേശുക്രിസ്തുവിന്റെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ അവൻ പണിതെടുക്കും. And he will build my heart to be a heart like Jesus, where there is no one filthiness. അവൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം തരും. From the beginning, God has said that I will give you a new heart. ഒരു പുതിയ ഹൃദയം തരുമെന്നുള്ള അവന്റെ വാഗ്ദത്തമാണ്. It's his promise that he will give us a new heart. പാപമില്ലാത്ത ഒരു ഹൃദയം, A heart which has no sin. അശുദ്ധിയില്ലാത്ത ഒരു A ഹൃദയം, heart which has no filthiness. തകർച്ചയില്ലാത്ത ഒരു A ഹൃദയം, heart which has no brokenness. മുറിവുകളില്ലാത്ത A ഹൃദയം, heart which has no wounds. നിഷേധാത്മകമായ വികാരങ്ങൾ കെട്ടിനിൽക്കാത്ത ഒരു A ഹൃദയം, heart which is not filled with negative emotions. ശുദ്ധിയുള്ള ഒരു A ഹൃദയം, heart which is pure. ദൈവത്തെ കാണുന്ന ഒരു A ഹൃദയം, heart that can see God. ദൈവത്തെ അനുഭവിക്കുന്ന A ഒരു heart ഹൃദയം, that can experience God. ദൈവത്തിന്റെ തേജസ്സിനെ വഹിക്കുന്ന ഗ്ലോറി കാരിയർ ആകുന്ന ഒരു ഹൃദയം A heart that can carry the glory of God. ദൈവം നമുക്ക് തരും. God will give ആ us that. ദൈവത്തിന്റെ It's വാഗ്ദത്തമാണ്. his promise. അത് നമ്മുടെ ക്രിയാത്മകമായ ഒരു പ്രവർത്തനം ദൈവത്തിന്റെ കൂടെ നമ്മൾ നിൽക്കണമെന്ന് അവൻ ആഗ്രഹിക്കുക. And that for that reason we have to desire and we have to stand with God for. നമ്മൾ ചില നിമിഷങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലും തലവണക്കുകയാണ്. We are bowing our heads before God for some minutes. ചില നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. We are going to pray for some minutes. ഹൃദയ ശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും.
those who have the pure heart, they will see God. പഴയ ഉടമ്പടിയിൽ ദൈവത്തെ കണ്ട അനേകരുണ്ട്. There are many people in the old covenant, those who have seen God. ദൈവത്തിന്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകൾ അനുഭവിച്ച അനേകരുണ്ട്. There are many people who have experienced the manifestation of God in different ways. ദൈവം കൂടെ ഇരുന്നവർ, ദൈവം കൂടെ നടന്നവരുണ്ട്. There are people with whom God has walked and sat with them. ദൈവത്തിന്റെ കൂടെ നടന്നവരുണ്ട്. And there are people who walked with God. അവരെല്ലാം പ്രത്യേകത അവരുടെ ഹൃദയത്തിൽ നിഷ്കളങ്കന്മാരായിരുന്നു. And the speciality of all these people is that they were blameless in their അവർ heart. വിശുദ്ധരായിരുന്നു. They were holy. They were അവരുടെ just. ഹൃദയം അത്രമാത്രം സമർപ്പിക്കപ്പെട്ടിരുന്നു. And their heart was that much surrendered to Him. നമുക്കിന്ന് അതിലും വലിയ ഒരു കൃപയുണ്ട്. But today we have more grace than them. നോഹയെക്കാട്ടിലും വലിയ കൃപ നമുക്കുണ്ട്. We have greater grace than which Noah had. ഹാനോക്കിനെക്കാട്ടിലും വലിയ കൃപ We നമുക്കുണ്ട്. have greater grace than which Enoch had. മോശയെക്കാട്ടിലും വലിയ കൃപ നമുക്കുണ്ട്. We have greater grace than that which Moses had. അബ്രഹാമിന് ലഭിച്ചതിനെക്കാട്ടിലും വലിയ കൃപ നമുക്കുണ്ട്. We have greater grace than that which Abraham received. ജോസഫിന് ലഭിച്ചതിലും വലിയ കൃപ നമുക്കുണ്ട്. We have greater grace than that which Joseph അത് നമ്മുടെ received. കർത്താവായ That യേശുക്രിസ്തുവാണ്. is our Lord Jesus അത് Christ. അവന്റെ ചങ്കിലെ ചോരയാണ്. That is by the blood of അവന്റെ തകർക്കപ്പെട്ട Jesus ശരീരമാണ്. and His broken body. അവൻ മരിച്ചത് നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാക്കി തീർക്കാൻ He has വേണ്ടിയാണ്. died that He can make us holy, blameless, and without and above reproach. നമ്മുടെ ദൈവം നമ്മെ പൂർണ്ണമായി Our വിശുദ്ധീകരിക്കുന്നു. God will make us completely sanctified. അവൻ നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും പൂർണ്ണമായി വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. Our God is a God who completely sanctifies our spirit, soul, and body. നമുക്കിന്ന് ഒരുമിച്ച് എഴുന്നേറ്റ് ഈ കർത്താവിന്റെ മേശയിൽ കരം നീട്ടും മുമ്പ് നമുക്കിതൊന്ന് പ്രാർത്ഥിക്കണം. Let us stand together before we participate in the Lord's table. Let us pray about this. കർത്താവിന്റെ മേശയിൽ ഇന്ന് നമ്മൾ ഈ വചനങ്ങൾ ഒരു കൊടിയായി ഉയർത്തുകയാണ്. We are raising up all these scriptures as a flag in the Lord's table. കർത്താവിന്റെ മേശയിൽ നമ്മൾ ഇത് ഒരു കൊടിയായി ഉയർത്തി പറയാൻ We തുടങ്ങുകയാണ്. are raising up this scripture as a flag in the Lord's table, and we are going to declare and proclaim this. നമ്മൾ പിതാവിന്റെ മുമ്പിൽ ഇപ്പോൾ അവന്റെ കൃപാസനത്തിന് അടുത്തു വരികയാണ്. We are coming before the throne of mercy. നമ്മൾ ഈ throne of വാക്കുകൾ grace. അവന് പറയാൻ തുടങ്ങുകയാണ്. We are speaking these words. വേഗത്തിൽ നാം നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരുവാൻ തുടങ്ങുകയാണ്. And we are pouring our hearts before the presence of God. കർത്താവിന്റെ വചനം നമ്മുടെ മധ്യത്തിലുണ്ട്. The word of God is in our midst. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ മർമ്മങ്ങൾ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. God has given us the unchangeable mysteries of God for us. യേശുവിൻ രക്തം നമുക്ക് വേണ്ടിയുണ്ട്. The blood of Jesus Christ is for us. യേശുവിന്റെ ശരീരം നമുക്ക് വേണ്ടിയുണ്ട്. The body of Jesus Christ is for us. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവായിരിക്കുന്ന പരിശുദ്ധ ആത്മാവ് നമ്മുടെ അകത്ത് അതിനുവേണ്ടി വസിക്കുകയാണ്. The Spirit of the Father and the Son, the Holy Spirit, is abiding for the very reason within our heart, within our spirit. നമ്മുടെ കണ്ണുകൾക്ക്, ചെവികൾക്ക്, ബുദ്ധിക്ക് ഒരു തുറവി വേണം. Today we need an opening in our eyes and our understanding. നമുക്ക് നമ്മുടെ അകത്തേക്ക് നോക്കാം. Let us look into ourselves. ദൈവത്തിന്റെ ആഗ്രഹത്തെ കാണാം. We can see the desire of God. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള സ്വപ്നത്തെ കാണാം. We can see the dream of God about us. തന്റെ ഏകജാതനായ പുത്രനെ പോലെ, യേശുവിനെ പോലെ കുറവുകളില്ലാത്ത ഒരു കൂട്ടം പുത്രീപുത്രന്മാരായി അവൻ നമ്മളെ കണ്ടിരിക്കുകയാണ്. God has already seen us as his son, as his son, like his son, a group of children who are completely sanctified. ദൈവം നമ്മളെ അങ്ങനെ കണ്ടിരിക്കുക. God has already seen us like that. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ദൈവം നമ്മളെ യേശുവിനെ പോലെ കണ്ടിരിക്കുക. God has seen us like that. ദൈവം നമ്മളെ യേശുവിനെ പോലെ കണ്ടിരിക്കുക. God has seen us like he sees Jesus. അതുകൊണ്ടാ യേശുവിന്റെ സകല നന്മകളും സകല സ്ഥാനങ്ങളും നമ്മുടെ അക്കൗണ്ടിൽ
കണക്കാക്കി വെച്ചിരിക്കുന്നത്. That is why he has accounted the position and everything that is in Jesus into our account. നമ്മൾ നീതിമാന്മാരല്ലെങ്കിലും അവൻ നമ്മളെ നീതിമാന്മാരെന്ന് വിളിച്ചിരിക്കുക. Even though we are not righteous, he has called us his righteous. നമ്മൾ വിശുദ്ധരായില്ലെങ്കിലും അവൻ നമ്മളെ വിശുദ്ധരെന്ന് വിളിച്ചിരിക്കുക. Even though we are not yet sanctified, he has called us holy. നമ്മൾ തികഞ്ഞവരല്ലെങ്കിലും അവൻ നമ്മളെ തികഞ്ഞവരെന്ന് വിളിച്ചിരിക്കുക. Even though we are not complete, he has called us perfect. ഇതെല്ലാം യേശുവിന്റെ ഗുണങ്ങളാണ്. These are all the qualities of Jesus. നമ്മെ യേശുവിൽ കണ്ടിരിക്കുക. And God has seen us in Jesus. നമ്മൾ യേശുവിനെ പോലെ അവൻ And he is രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. transforming us as Jesus. അത് പിതാവിന്റെ ഹൃദയമാണ്. And that is the heart of the Father. പിതാവിന്റെ That ഇഷ്ടമാണ്. is the desire of Father. അവനത് നിവർത്തിക്കും. And he will fulfill it. അവൻ വിശ്വസ്തനാണ്. He is faithful. ഇനി നമ്മൾ എന്ത് പറയും? Now what do we say? നമ്മൾ എത്ര സമർപ്പിച്ചു കൊടുക്കും? How much will we surrender? നമ്മുടെ അകത്തൊരു ഭയവും വിറയലും ഉണ്ടാകുമോ? Do we have this fear and tremble in our hearts? ഭയത്തോടും വിറയലോടും കൂടെ നമ്മുടെ രക്ഷയെ പ്രാവർത്തികമാക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുക. God is saying that work out your own salvation with fear and trembling. നമ്മുടെ രക്ഷയെ നാം പ്രാവർത്തികമാക്കണം ഭയത്തോടും വിറയലോടും With കൂടെ. fear and trembling we need to work out our own salvation. പ്രിയമുള്ളവരെ, നമുക്ക് ഇതിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് വേണം. We need a deeper understanding about this. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. We need to rely on God. ദൈവം നിങ്ങളെയും എന്നെയും വിളിച്ചിരിക്കുന്നത് യേശുവിനെ പോലാകാൻ വേണ്ടി. God has called you and me to become like Jesus. ദൈവത്തെ കാണാൻ വേണ്ടിയാ. To see God. ദൈവത്തെ കാണാൻ വേണ്ടി മാത്രമല്ല, അനുഭവിക്കാൻ Not വേണ്ടി. only to see him but to experience അവനെ God. കേൾക്കാൻ വേണ്ടി. To hear God. അവൻ നമ്മുടെ അകത്ത് വന്നിരിക്കുകയാണ്. He has already come in us. നമ്മുടെ ആത്മാവൻ He is വസിക്കുകയാണ്. abiding in our spirit. നമ്മുടെ ഹൃദയത്തിന്റെ അശുദ്ധി നിമിത്തം നമുക്ക് അവനെ പൂർണ്ണമായി പ്രാപിക്കാൻ But പറ്റുന്നില്ല. because of the filthiness of our heart, we are not able to experience him completely. നമ്മുടെ അകത്ത് ആ വലിയ ശുദ്ധീകരണം ദൈവം നടത്താൻ വേണ്ടി God ആഗ്രഹിക്കുക. is desiring to sanctify our hearts. അപ്പോൾ അവൻ നമ്മുടെ അകത്ത് നിറയാൻ തുടങ്ങും. And then he will then only he can be filled in us. അവന്റെ തേജസ് നമ്മുടെ അകത്ത് നിറയാൻ തുടങ്ങും. Then his glory will start to fill in us. അങ്ങനെ നാം ഇവിടെ കൂടി വരുമ്പോൾ അവന്റെ തേജസ് നമ്മുടെ നടുവിൽ മറക്കും. And like that, when we come here together, his glory will fill in our midst. അവന്റെ തേജസ് നമ്മുടെ നടുവിൽ ഇറങ്ങും. His glory will come down in our midst. അവന്റെ തേജസ്സിനെ നമ്മളെ അവൻ മുഴുവനുമായി ശുദ്ധീകരിക്കും. And by his glory he will completely sanctify us. ദൈവത്തിന് മാത്രമേ നമ്മെ വിശുദ്ധീകരിക്കാൻ കഴിയൂ. Only God can sanctify us. അത് അവന്റെ ദാനമാണ്. It's his gift. അത് അവന്റെ കൃപയാണ്. It's his grace. അവനത് നിവർത്തിക്കും. And he will fulfill it. നമ്മൾ ദൈവത്തോട് ഈ ദിവസങ്ങളിൽ വളരെ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ So these തുടങ്ങുകയാണ്. days we are praying continuously before God. ഞങ്ങളെ യേശുവിനെ പോലെ ആക്കി തീർക്കണം. Father, make us like your son നിന്റെ Jesus. പുത്രൻ നിന്നെ വഹിച്ചതുപോലെ, നിന്നെ ചുമന്നതുപോലെ, നിന്റെ തേജസ്സിനെ കൊണ്ടു നടന്നതുപോലെ ഞങ്ങളെ ആക്കി തീർക്കണമെന്ന് We പ്രാർത്ഥിക്കാം. are praying that as the son has carried the presence of God, the glory of God, we also be able to do ഇന്ന് that. കർത്താവിന്റെ മേശയിൽ നമ്മൾ ഈ വചനവുമായി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. We are going to pray with this scripture before the Lord's ഈ table. വചനം നമ്മുടെ അകത്ത് റിലീസ് ചെയ്യാണ്. And we are releasing this scripture in നമ്മുടെ us. ബുദ്ധിയിലേക്ക് ഇറങ്ങി It is വരികയാണ്. coming in our understanding. നമ്മുടെ ചെവിയിലേക്ക് ഇറങ്ങി It's വരികയാണ്. coming into our ears. നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് ഇറങ്ങി It's coming വരികയാണ്. into our senses. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. Coming down into our heart. ഹൃദയ ശുദ്ധിയുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവർ, അവർ ദൈവത്തെ കാണും. Blessed are the pure in heart, for they shall see God. Jesus. Oh Lord. പിതാവേ, ഞങ്ങൾ അങ്ങേയ്ക്കായി നോക്കി പാർക്കുന്നു. We look for you, Father. പിതാവേ, ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു. We wait for you, Father. ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങളിൽ ഒന്ന് ജീവനാകാൻ വേണ്ടി കാത്തിരിക്കുന്നു. We wait that the word that we hear will become life in us. നിന്റെ ഓരോ വചനങ്ങളും ഞങ്ങളുടെ അകത്തൊന്ന് ജീവനാകാൻ വേണ്ടി കാത്തിരിക്കുന്നു. We wait that every scripture of yours will become life in us. കർത്താവേ, ഞങ്ങളെ കുറിച്ചുള്ള നിന്റെ സ്വപ്നങ്ങൾ ഇപ്പോൾ ഇന്ന് ഈ ദിവസങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുവാൻ ഞങ്ങൾ ശ്രദ്ധയോടെ We പ്രാർത്ഥിക്കുന്നു. pray continuously that your dream about us will fulfill in our lives these days. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ വീണ്ടും തുറക്കണമേ. Open our understanding to understand the scriptures. നിന്റെ പദ്ധതികളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. Open our hearts to understand your plans and purpose. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ. Enlighten the eyes of our understanding. ലോകവും അതിന്റെ
ലോകത്തിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. We know that this world and the lust of this world is passing away. ഞങ്ങളുടെ സകല പ്രവൃത്തികളും ഭൂമിയിലെ സകല പ്രവൃത്തികളും അവസാനിച്ചു പോകുമെന്ന് നിങ്ങൾ അറിയുന്നു. We know that our entire works and the works of this world will pass away. കർത്താവേ, അവശേഷിക്കുന്നത് ഞങ്ങൾ വെളിപ്പെട്ട തേജസ്സ് മാത്രമേ And what അവശേഷിക്കുന്നുള്ളൂ. remains is the glory of God that manifests in ഞങ്ങൾ us. ഭൂമിയിൽ നേടിയതെല്ലാം അഴിഞ്ഞു പോകുമെന്ന് അറിയുന്നു. We know that whatever we gain in this world will pass ഞങ്ങളുടെ away. വിദ്യാഭ്യാസവും ജോലിയും ബിസിനസ്സും എല്ലാം ഈ ഭൂമിയിൽ അവസാനിക്കുമെന്ന് We അറിയുന്നു. know that our education, job and business will end in this world. അഴിഞ്ഞു പോകാത്തത് ഞങ്ങൾ പ്രാപിച്ച പിതാവിന്റെ തേജസ്സ് മാത്രമേ ഉള്ളെന്ന് അറിയുന്നു. But we know that the only thing that will not pass away, that will be in us, is that we receiving your glory, നിന്റെ Father. തേജസ് ഒരിക്കലും അഴിഞ്ഞു Your പോകത്തില്ല. glory will never pass away. നിന്റെ വിശുദ്ധി ഒരിക്കലും അഴിഞ്ഞു Your പോകത്തില്ല. holiness will never pass away. നിന്റെ സ്വഭാവം, നിന്റെ ഡിവൈൻ നേച്ചർ ഒരിക്കലും Your മാറിപ്പോകത്തില്ലല്ലോ. divine nature will never pass away. ഞങ്ങൾ നിന്റെ പുത്രനെ പോലാക്കുന്നത് ഒരിക്കലും And when you മാറിപ്പോകത്തില്ലല്ലോ. make us like your son Jesus, it will never pass away. നിത്യതയിലും തുടരുമല്ലോ. That will also continue in eternity. ഞങ്ങളുടെ കണ്ണുകളെ തുറന്നാട്ട് പിതാവേ. Open our eyes, Father. ഞങ്ങളുടെ സഭയോട് ഞങ്ങളോട് മനസ്സലിഞ്ഞാട്ട് Have പിതാവേ. compassion towards us and the കർത്താവേ, church. ഞങ്ങൾക്ക് വേഗത്തിൽ വിടുതൽ We ആവശ്യമാണ്. need a deliverance, Father. ഞങ്ങൾക്ക് വേഗത്തിൽ സൗഖ്യം We need ആവശ്യമാണ്. a healing, Father. ഞങ്ങളുടെ ഹൃദയങ്ങളെ വീണ്ടും സൗഖ്യമാക്കണം. Heal our hearts, Father. ഞങ്ങളുടെ ഹൃദയത്തെ വീണ്ടും വിടുവിക്കണമേ. Deliver our hearts, ഞങ്ങളുടെ Father. ഹൃദയത്തെ സമ്പൂർണ്ണമായി വിശുദ്ധീകരിക്കണമേ. Completely sanify our hearts, ഞങ്ങളുടെ Father. മനസ്സിനെ പുതുക്കുവാൻ നവീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Help us to renew our minds, നിന്റെ Father. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. Help us to become conformed to the image of your Son. ഞങ്ങളെ സഹായിച്ചാട്ടെ പരിശുദ്ധാത്മാവേ. Help us, Holy Spirit. ഞങ്ങളുടെ നടുവിൽ പരിവർത്തിച്ചാട്ടെ Work in പരിശുദ്ധാത്മാവേ. our midst, Holy Spirit. വചനത്തിന്മേൽ പരിവർത്തിച്ചാട്ടെ പരിശുദ്ധാത്മാവേ. Work upon the scriptures, Holy Spirit. ഭൂമിയിൽ ആദിയിൽ ആഴത്തിന്മേൽ ഇരുളിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് അതുപോലെ ഞങ്ങളൊന്ന് പരിവർത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. As you hovered upon the darkness in the beginning, as you hovered upon the deep, hover upon us and work in us, Father. പരിശുദ്ധാത്മാവേ, ഞങ്ങളൊന്ന് പരിവർത്തിച്ചാട്ടെ. Holy Spirit, work in us. ഞങ്ങളൊന്ന് പരിവർത്തിച്ചാട്ടെ. Work in us. പരിശുദ്ധാത്മാവേ, ഞങ്ങളൊന്ന് പരിവർത്തിച്ചാട്ടെ. Holy Spirit, work upon us. ഞങ്ങളൊന്ന് ആഴത്തിൽ പരിവർത്തിച്ചാട്ടെ. Work deep within us. ഞങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ഭയവും വിറയലും നിക്ഷേപിച്ചാട്ടെ. And give us a fear and trembling in our heart. ഞങ്ങളതിന്റെ പുത്രന്റെ സ്വരൂപത്തോട് ചേർത്ത് പണിയുവാൻ ഞങ്ങൾ We സമർപ്പിക്കുകയാണ്. surrender that you can make us like your Son Jesus. എത്ര വ്യക്തികൾ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും? How many people will pray to God? നിങ്ങൾ ദയവായി മൗനമായി നിൽക്കരുതേ. Please don't be quiet. നിങ്ങളുടെ പ്രാർത്ഥനയിലാണ് ദൈവം God പ്രവർത്തിക്കുന്നത്. works in your prayers. നിങ്ങളുടെ സമർപ്പണത്തിൽ ദൈവം God പ്രവർത്തിക്കുന്നത്. works when you surrender. നിങ്ങൾ ദൈവത്തോട് സമർപ്പണം You പറഞ്ഞാട്ടെ. need to surrender before നിങ്ങളുടെ God. തീരുമാനം പറഞ്ഞാട്ടെ. Speak your decisions to എനിക്ക് God. ഹൃദയ വിശുദ്ധിയുള്ളവനായി തീരണം. I need to become I need to have a pure heart. എനിക്ക് യേശുവിനെ പോലായി I need തീരണം. to become like Jesus. എനിക്ക് പിതാവിനെ I കാണണം. want to see the Father. വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ലെന്ന് വചനം പറയുകയാണ്. Scripture says without sanctification without holiness no one will see God. വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. Without sanctification no one will see God. നമ്മുടെ വിഷയം ദൈവം നമ്മിൽ ഇല്ലാത്തതല്ല. Our problem is not that God is not within us. ദൈവം നമ്മിൽ ഉണ്ട്. God is with us. യേശു കർത്താവ് നമ്മിൽ വസിക്കുന്നു. Jesus Christ is dwelling in us. പരിശുദ്ധാത്മ നമ്മിൽ വസിക്കുന്നു. Holy Spirit is dwelling in us. പക്ഷെ നമ്മൾ അവനെ അറിയുന്നില്ല. But we are not knowing him. അവനെ We കാണുന്നില്ല. are not seeing him. അവനെ വേണ്ടും പോലെ We are അനുഭവിക്കുന്നില്ല. not experiencing him കാരണം ഹൃദയത്തിന്റെ അശുദ്ധിയാണ്. because of the filthiness of our heart. ആഴത്തിൽ ഒരു സൗഖ്യത്തിന് വേണ്ടി നാം We are പ്രാർത്ഥിക്കുക. praying for a deep healing in our heart. ആഴത്തിൽ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി We are praying പ്രാർത്ഥിക്കുക. for a deep sanctification of our hearts. ദൈവം നമ്മെ വിളിച്ചത് അവന്റെ തേജസ് വഹിക്കുന്ന ഗ്ലോറി കാരിയേഴ്സ് ആയിട്ടാണ്. God has called us to become his glory carriers.